നമ്മളിത് മുത്തനബി തങ്ങളെ പറയുന്നൊരു മജ്ലിസാണ്. അതിന്റെ ബഹുമാനത്തോടെ സ്വലാത്തൊക്കെ ഉറക്കെ പറഞ്ഞ് നല്ല റാഹത്തിലിരിക്കും. വെള്ളിയാഴ്ച പള്ളിയിൽ വരുന്ന മുഅ്മിനീങ്ങൾ ഉച്ചത്തിൽ ചൊല്ലണം സ്വലാത്ത്. ഇത് വെള്ളിയാഴ്ച എങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കാൻ പാടില്ല, അതൊരു മര്യാദക്കേട്. എന്നിട്ട് ആകെ ഉണരപ്പെടാൻ നിരങ്ങള് സ്വഹാബത്തിന്റെ പേര് കേൾക്കുമ്പോണ്ടാ ഉറക്ക റളിയല്ലാഹു അൻഹു. അതുവരെ ഒന്നുമില്ല. അതിന്റെ ഇടയ്ക്ക് എത്ര വട്ടം സ്വലാത്ത് ഏൽക്കുന്നുണ്ട്. അപ്പൊ ഉറക്കെ ചൊല്ലണം സ്വലാത്ത്. ആ ഉറക്കെ ചൊല്ലേണ്ട ശൈലി നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ദ്വീപിൽ കൊണ്ടിടണം. അവിടൊക്കെ തറാവീഹിന്റെ ഇടയിൽ സ്വലാത്തിൽ നിന്ന് കേട്ടാല് ഉറങ്ങുന്ന ആളൊക്കെ ഹൗലുങ്കരയിൽ എത്തിപ്പോവും. നല്ല ആവേശമുള്ള സ്വലാത്ത, സന്തോഷാണ് അവരെ സ്വലാത്ത് കേൾക്കുമ്പോൾ. ഇതൊരു എന്നോവറിങ്ങനെ ഖത്തീബ് ഉസ്താദ് നല്ല മട്ടത്തിൽ ഖുത്ബോദിയിട്ട് സല്ലല്ലാഹു വസല്ലമ വബാറക അലാ ഹാദൻ നബിയിൽ കരീം. അപ്പോൾ നമ്മൾ ഉറക്കെ ചൊല്ലണം അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി. അന്ന് ഉറക്ക സ്വലാത്തല്ലേ സുന്നത്താന്നല്ലേ കിതാബിലുണ്ട്. സ്വലാത്ത് കൊണ്ട് ശബ്ദം ഉയർത്തണം. ആരും കംപ്ലൈന്റ് പറയില്ല. കംപ്ലൈന്റ് പറഞ്ഞാൽ ഫത്ഹുൽ മുഈനിൽ ആ വരി മറിച്ച് കാണിച്ചു കൊടുക്കുക. ഉസ്താദുമാര് കാണിച്ചു. സ്വലാത്ത് കൊണ്ട് ശബ്ദം ഉയർത്തണം. ഖതീബ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരൊക്കെ പറയുമ്പോ നമ്മൾ പള്ളിന്റെ ഉള്ളിൽ നിന്ന് ഉറക്കെ സ്വലാത്തല്ല. അങ്ങനെ അത് നമ്മളിൽ നിന്ന് അടുത്ത തലമുറ അത് കീഴ്വഴക്കമായി സ്വീകരിച്ച് അങ്ങനെ ആ സുന്നത്ത് കൊണ്ടുവരണം. ഇതാകെ നിങ്ങൾ നോക്കി എല്ലാ പള്ളിയിലും റളിയല്ലാഹുവിന് ഉറക്കെ കേൾക്കും അല്ലെ. സ്വലാത്തോടെ സ്വലാത്താണ് ഉറക്കെ ചെല്ലേണ്ടത്. റളിയല്ലാഹുവിന് മോശാന്നല്ല. സ്വഹാബത്താ ഉയരത്തിൽ അധികം മുത്തുനബിതങ്ങളോ? മുത്തുനബിതങ്ങളല്ലേ മേലെ. അപ്പൊ തങ്ങളെ സ്വലാത്ത് ഉറക്കെ ചെല്ലണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഞാൻ അടുത്ത വെള്ളിയാഴ്ച പള്ളിയിൽ ഖത്തീബ് ഉസ്താദ് ഖുത്ബ ഓതുമ്പോ ഞാനിവിടെ നിന്ന് ഖുത്ബ കൂടിയിട്ട് പറയില്ല കേട്ടോ. ഞാനിപ്പോ ഇവിടെ ആദ്യമായിട്ട് നാട്ടിൽ വരികയാണ്. എനിക്ക് ഇവിടുത്തെ ഹാലൊന്നും അറിയില്ല. നിങ്ങൾ ചൊല്ലുന്നവരാണ് എന്റെ വിശ്വാസം. ഞാനത് പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ ഉറക്കെ ചൊല്ലണം. ഞാൻ എല്ലാ പള്ളിയിലും കയറിയ ആൾക്കാരോട് പറഞ്ഞു ഉറക്കെ സ്വലാത്തല്ലണം. നമ്മളൊരാൾ ഉറക്ക സ്വലാത്തല്ലുമ്പോ നമ്മൾ പിന്നുന്ന ഒരാൾ ഉറക്ക സ്വലാത്തല്ലി. അയാള് സ്വലാത്തല്ല, നമ്മളല്ലേ കാരണം. അപ്പൊ നമുക്ക് 2 കൂലിയായി അല്ലേ? 2 കൂലിയായി. ഒരാള് ഭക്ഷണം കഴിക്കാൻ ഒരു 10 പേരിരിക്കുമ്പോ ഒരാള് ഉറക്ക ചൊല്ലി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബാക്കി 9 ആളും ബിസ്മി മറന്നിരുന്നു. ഈ ഉറക്ക ചൊല്ലിയ കാരണം അവരൊക്കെ ചൊല്ലി. കൂലി കൂടുതൽ ആർക്കാ? ആ ഉറക്ക ചൊല്ലിയ ആൾക്ക് 1 കൂലിയല്ല കിട്ടി. 1ന്റെ കൂടെ ബാക്കി 9 കൂട്ടണം. ആ 9നെ 90 കൊണ്ട് ഗുണിക്കണം. എത്രയാ കിട്ടിയത്? അത് നമ്മുടെ ജീവിതത്തിലെ സമ്പാദ്യമാണ്. അതുകൊണ്ട് സ്വലാത്ത് ഉറക്ക ചൊല്ലണം. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇസ്മ കേൾക്കുമ്പോ, നാമം കേൾക്കുമ്പോ നമ്മുടെ മനസ്സിന്റെ ഒരു മഹബത്താണ് നമ്മൾ ആ പ്രകടിപ്പിക്കുന്നത്. ആ ഒരു ഇസ്മിന് നമ്മുടെ മനസ്സിലൊരു ബഹുമാനമുണ്ട്. അത് പറഞ്ഞു തീർക്കാൻ കഴിയാത്ത ബഹുമാനമാണ്. ആ ബഹുമാനത്തിന്റെ പ്രകടനമാണ് പുറത്തുകൂടെ പ്രതിഫലിക്കുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു കബൂലാക്കി തരട്ടെ. ഇത് കഴിഞ്ഞാൽ ബുർദ നടക്കുന്നില്ലേ? ആ ബുർദ നടക്കുമ്പോഴൊക്കെ മൗലായൊക്കെ നല്ല റാഹത്തിൽ മനസ്സിൽ തട്ടി നമ്മളിങ്ങനെ ചൊല്ലാം. ഇവരിങ്ങനെ ചെല്ലുന്ന നമ്മൾ കേട്ടാ പോരാ. അതുപോരാ, നമ്മളങ്ങനെ മൗലായ അങ്ങനെ ചൊല്ലണം അവരെ കൂടെ അങ്ങനെ. അപ്പൊ നമ്മൾ കേട്ട കൂലിയും കിട്ടി, ചൊല്ല കൂലിയും കിട്ടി, 2ഉം കിട്ടി. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് പറഞ്ഞു വന്ന വിഷയം അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു പറയുന്നു, അലം നശ്റഹ് ലക സദ്റക്. മറ്റു പലരും എന്നോട് മാനസിക വിശാലത ചോദിച്ചു വാങ്ങിയെങ്കിൽ ചോദിക്കാതെ തന്നെ തങ്ങൾക്ക് നാം മാനസിക വിശാലത തന്നു. ലക സദ്റക്, അങ്ങേക്ക് നാം വിശാലത തന്നു. ശർഹു സദ്ർ തന്നു, മാനസിക വിശാലത തന്നു. ആ മാനസിക